അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ആ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്നും തുടരും. 9ാമത്തെ ദിവസമായി ഇന്നും തുടരും ആ തെരച്ചിൽ. അങ്കോലയിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ. സോണാർ പരിശോധനയിൽ പുതിയ സിഗ്നൽ ഇന്നലെ കണ്ടെത്തിയിരുന്നു. ട്രക്കിന്റെ ഭാഗങ്ങളെന്നാണ് സംശയം. പ്രദേശത്ത് ഇന്ന് വിശദമായ പരിശോധന നടത്തും. റിട്ടയർഡ് മേജർ ഇന്ദ്രബാലനും ഇന്ന് ഷിരൂരിലെത്തും. വിശദാംശങ്ങളുമായി AK അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്നിപ്പോൾ ഏത് രീതിയിലുള്ള പരിശോധനയാണ് നടക്കുക? ഇന്നലെ സോണാർ പരിശോധനയിൽ പുതിയ സിഗ്നൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ട്രക്കിന്റെ ഭാഗങ്ങൾ എന്ന സംശയമുള്ളത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെയുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടത്തുക? ശ്രുതി, തുളസി, ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. പ്രധാനമായും ഇന്നലെ ശക്തമായ സിഗ്നൽ പുഴയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അതായത് 2 തരത്തിലുള്ള സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഡീപ് സെലക്ട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ആഴത്തിലുള്ള സിഗ്നൽ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അവിടെ തന്നെ ഈ സോണാർ പരിശോധനയിലും അതേ സ്ഥലത്ത് വലിയൊരു വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. ഇത് ഈ തെരച്ചിലിനിടയിൽ ആദ്യത്തെ സംഭവമാണ്. ഒരേ സ്ഥലത്ത് തന്നെ റഡാർ പരിശോധനയിലും അതോടൊപ്പം തന്നെ സോണാർ പരിശോധനയിലും ഒരേ സ്ഥലത്ത് സിഗ്നൽ കണ്ടെത്തുക എന്നുള്ളത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ ട്രക്ക് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് തെരച്ചിൽ ആരംഭിക്കുന്നത്. ഇന്നലെ വ്യാപകമായ തെരച്ചിൽ പുഴയുടെ പല ഭാഗങ്ങളും നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ ഈ റോഡിന് താഴ്വശത്തുള്ള ആ ഭാഗത്താണ് ഇപ്പോൾ ഇന്നലെ പൂർണ്ണമായും പരിശോധന നടത്തിയത്. അവിടെയാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനയാണുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു KCB, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറും അവിടെ വീണ് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് 2-1 എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ സംഘമുള്ളത്. ഏതായാലും അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാൽ ഇന്ന് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംഘവും അതായത് ഏതാണ്ട് ഈ പുഴയിലടക്കം വെള്ളത്തിൽ 30 മീറ്ററോളം താഴ്ചയിൽ പരിശോധന നടത്താൻ ശേഷിയുള്ള ഉപകരണങ്ങളുമായിട്ടാണ് അവർ എത്തുന്നത്. ഡ്രോൺ സംവിധാനവുമായിട്ടാണ് എത്തുന്നത്. ആ സംവിധാനം എത്തുന്നതോടുകൂടി തന്നെ പുഴയുടെ മറ്റേതെങ്കിലും ഭാഗത്ത് ഈ ട്രക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും കണ്ടെത്താൻ കഴിയും. അതായത് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഈ ട്രക്ക് കണ്ടെത്താൻ ഇന്ന് തന്നെ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഇന്നലെ കണ്ടെത്തിയ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് നാവികസേനയുടെ പ്രധാനപ്പെട്ട പരിശോധന. രാവിലെ തന്നെ മറ്റ് ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുകയും ചെയ്തത്. ഒരു സ്വകാര്യ ഏജൻസിയുടെ ഒരു ഡിവൈസ് ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി ഇവിടെ നടക്കുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 2.4 കിലോമീറ്റർ നിരീക്ഷണ പരിധിയുള്ള ഐബോർഡ് എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണമാവും ഇത് ഉപയോഗിച്ചുള്ള നടക്കുക. അതോടൊപ്പം തന്നെ ഇന്നലെ റോഡിന്റെ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യും. റോഡിന്റെ താഴ്ഭാഗത്തേക്കുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദേശീയപാത പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ദേശീയപാതയുടെ നിരപ്പിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഏതായാലും അവിടെ ഇന്ന് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും. 2 എക്സ്കവേറ്റർ ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തിക്കുമെന്നാണ് അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ പുഴയുടെ അടിഭാഗത്തേക്ക് ഏതാണ്ട് 60 മീറ്ററോളം നീളമുള്ള ബൂം എക്സ്കവേറ്റർ ആണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അവിടെയും ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ട്രക്ക് ഈ മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആദ്യ പരിശോധനയിൽ ഈ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്താതെ പോവുകയും ചെയ്തത്. ഇപ്പോൾ ഒലിപ്പൊക്കെ ജലവിധാനം കുറയുകയും അതോടൊപ്പം തന്നെ ഒഴുക്ക് കുറയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ചെറിയ തോതിലെങ്കിലും ഈ ചളി ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലായിരിക്കും നേരത്തെ പരിശോധനയിൽ ഇതിന്റെ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ ഇടയാക്കിയത് എന്നാണ്. ഏതായാലും ഇന്ന് സ്കൂബ സംഘം ഇവിടെ ഈ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. ഇന്നലെ അതിന് സാധിച്ചിരുന്നില്ല. കാരണം വലിയ തരത്തിലുള്ള കുത്തൊഴുക്കാണ് നദിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആഴത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകാൻ കഴിയും. പ്രത്യേകിച്ച് സിഗ്നൽ അടക്കം ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കായിരിക്കും പോവുക. ഏതായാലും ഇന്ന് വളരെ നിർണായകമാണ്. കരയിലെ തെരച്ചിലും അതോടൊപ്പം തന്നെ ഈ നദിയുടെ ഭാഗത്തുള്ള തെരച്ചിലും വളരെ നിർണായകമായ ദിവസമാണ്. അതിനു വേണ്ടുന്ന എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഇന്ന് ഇവിടെ സജ്ജീകരിക്കും. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നതിനടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ എത്തിക്കുകയും ചെയ്യും. അഭിലാഷ്, ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് കൂടിയുണ്ടല്ലോ, ഷിരൂരിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയുണ്ടല്ലോ. എപ്പോഴായിരിക്കും അദ്ദേഹം എത്തുക? അദ്ദേഹം വന്നതിന് ശേഷമുള്ള ഒരു ഏകോപന പ്രവർത്തനങ്ങൾ അത് ഏതൊക്കെ രീതിയിലായിരിക്കും? അവരുടെ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും?
ശ്രുതി, ആദ്യഘട്ടത്തിൽ ഈ സന്നദ്ധ സേവകരെയൊന്നും ഈ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ പിന്നീട് സമ്മർദ്ദത്തെ തുടർന്നാണ് അത്തരത്തിലുള്ള ശ്രമമൊക്കെ നടത്തിയത്. പക്ഷെ പിന്നീട് ആർമി ഇത് ഏറ്റെടുത്തോടു കൂടി തന്നെ ആർമി മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള നിഗമനത്തിലായിരുന്നു. ഇതോടുകൂടിയാണ് മറ്റേതെങ്കിലും സംഘടനകളെ കൂടി ഇതിന്റെ ഭാഗമായി, അതായത് വലിയ തലത്തിൽ ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന സംഘടനകളെ കൂടി ഇതിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സഹായം തേടാനുള്ള നീക്കം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു ക്ഷണം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ചിരുന്നില്ല. ഇത് ആർമിയല്ല ക്ഷണിക്കേണ്ടത്, കർണാടക സർക്കാർ തന്നെയാണ് ക്ഷണിക്കേണ്ടത്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ അത്തരം ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് നമ്മോട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ഔദ്യോഗികമായി അദ്ദേഹത്തെ ക്ഷണിച്ചതായി ഇന്നലെ MK രാഘവൻ MP ആണ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. അത് മേജർ ജനറലും സ്ഥിരീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം പാലക്കാട് മലയാളിയാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ സംഘം ഡൽഹിയിൽ നിന്നാണ് വരേണ്ടത്. അദ്ദേഹത്തിന്റെ സംഘം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ അവരുടെ ഉപകരണങ്ങൾ അടക്കം എത്തിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉപകരണങ്ങൾക്കൊപ്പം ഈ ഡ്രോണുകൾക്കൊപ്പം എത്തിക്കേണ്ടുന്ന ബാറ്ററി സംവിധാനമുണ്ട്. അത് ഈ ഫ്ലൈറ്റിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം വ്യോമയാന മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ വിമാന കമ്പനികളുടെ ഒക്കെ അനുമതി അതിന് വേണ്ടി വരും. പക്ഷേ ആ അനുമതി കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ബാറ്ററി സംവിധാനം അടക്കം ട്രെയിനിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് അല്പം വൈകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഇന്നലെ ഇന്ദ്രാബാലൻ നമ്മോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ദ്രാബാലൻ ഇന്ന് ഉച്ചയോട് കൂടി എത്തും. അതിനു മുമ്പായി തന്നെ അദ്ദേഹത്തിന്റെ സംഘവും ഇവിടെ എത്തും. ഇതോടുകൂടി കൃത്യമായ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്ദ്രാബാലൻ ഇക്കാര്യത്തിൽ വളരെ സീനിയറായുള്ള ഒരാളാണ്, വളരെ പരിണിത പ്രജ്ഞനായ ഒരാൾ കൂടിയാണ്, ഇത്തരത്തിൽ ദുരന്ത കൈകാര്യം ചെയ്ത ആൾ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം കൂടി വരുന്നതോടുകൂടി ആർമിക്ക് കൂടുതൽ സഹായകരമാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടെറിട്ടറിയിൽ എങ്ങനെ ഇത്തരത്തിലുള്ള സംവിധാനം പ്രവർത്തിക്കണം, ദുരന്ത നിവാരണം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ ബോധമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം വരുന്നതോടുകൂടി തന്നെ കൂടുതൽ കൃത്യമായി തന്നെയുള്ള കൂടുതൽ ഉപകരണങ്ങൾ രക്ഷാപ്രവർത്തനമായി എത്തിക്കും. അതേസമയം ഇന്നലെ MK രാഘവൻ MP അടക്കം പറഞ്ഞു ഡ്രോൺ ബേസ്ഡ് സംവിധാനങ്ങൾ തിരച്ചിലിനായി ഉപയോഗിക്കുമെന്ന്. പക്ഷേ അതേസമയം പ്രധാനപ്പെട്ട ഒന്നാണ് കാലാവസ്ഥ. ഇന്നലെ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. ഡൈവിങ്ങിന് സാധ്യമായില്ല. പുഴയിൽ ശക്തമായ അടിയൊഴുക്കായിരുന്നു. നിലവിൽ പ്രദേശത്തെ കാലാവസ്ഥ എങ്ങനെയാണ് അഭിലാഷ്? തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ ഇവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കാലാവസ്ഥ, ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഇന്നലെയും അത്തരത്തിലുള്ള പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ നദിയിലെ തെരച്ചിലൊക്കെ നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നത്. ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെ ശക്തമായ മഴയാണ്. രാവിലെയും ശക്തമായി, ഇന്നും രാവിലെ അല്പം മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മാറി നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ഏതായാലും ഇന്ന് കാലാവസ്ഥ അനുകൂലമാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്നലെ മണ്ണുമാന്തലടക്കം ഈ മഴയത്ത് പോലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്നും മഴ മാറി നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ച് മണ്ണ് മാന്താൻ കഴിയും. അതോടൊപ്പം തന്നെ കൂടുതൽ ഡൈവിംഗ് ടീം ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് പുഴയിലെ ആഴങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയും. അപ്പോഴും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നദിയിലെ കുത്തൊഴുക്ക് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1.5 മീറ്ററോളം നദിയിലെ ജലനിരപ്പ് താഴ്ന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തൊഴുക്കിനും ചെറിയ തോതിലുള്ള കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങ് ഏതാണ്ട് 15 മീറ്ററോളം ആഴമുള്ള നദിയാണ്. ആ നദിയിൽ കുത്തൊഴുക്കുണ്ടാകുന്ന സമയത്ത് ഡൈവിംഗ് ടീമിന് ഇതിലേക്ക് ഇറങ്ങാനോ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താനോ കഴിയില്ല. ഏതായാലും ഇന്ന് ഇപ്പോൾ ഈ കുത്തൊഴുക്കിന് നേരിയ കുറവുണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ കഴിയുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കിപ്പ എന്ന സ്വകാര്യ കമ്പനിയുടെ ഐബോർഡ് എന്ന ഡിവൈസ് ഉപയോഗിച്ചുള്ള പരിശോധനയും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഉപയോഗിക്കുമ്പോൾ ഈ പുഴയിലുള്ള നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമായി തന്നെ നടത്താൻ കഴിയും. അത് ഇന്നത്തെ ദുരന്ത നിവാരണത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്.